ഏവർക്കും സ്നേഹവന്ദനം. ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നേഴ്സിംഗ് സ്കൂളിൽ ചേർന്നിട്ട് 2 മാസം കഴിഞ്ഞ ഒരു പെൺകുട്ടിയോട് പ്രൊഫസർ കുറച്ച് ചോദ്യങ്ങൾ എഴുതി അവൾക്ക് കൊടുത്തു. അതിനുടനെ ആൻസർ ചെയ്യാനായിട്ട് പറഞ്ഞു. അവൾ ആ ചോദ്യം പലവട്ടം വായിച്ചു നോക്കി. അവസാനത്തെ ചോദ്യത്തിന് അവൾക്ക് സംശയം തോന്നി. എന്താണ് ഈ അവസാന ചോദ്യം? അതായത് നേഴ്സിംഗ് സ്കൂളിൽ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ പേരെന്താണ്? പലവട്ടം അവൾ വായിച്ചു നോക്കി. ഇത് തമാശയായിരിക്കുന്നു. കാരണം നേഴ്സിംഗുമായിട്ട് ഈ ശുചീകരണ പ്രവർത്തനത്തിന് എന്താണ് ബന്ധം? ശുചീകരണ പ്രവർത്തനം ചെയ്യുന്നതായ ആ സ്ത്രീയെക്കുറിച്ച് അറിഞ്ഞിട്ടെന്താ കാര്യം? അവരുടെ പേരെന്ത് ഞാൻ അറിഞ്ഞിരിക്കണം. ഇത് നേഴ്സിംഗിൻ്റെ ഒരു ഭാഗമില്ലാണോ? അവൾ ആ ചോദ്യപേപ്പറുള്ളതായ എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്തു. പക്ഷേ അവസാനത്തെ ചോദ്യം മാത്രം വിട്ടുകളഞ്ഞു. എന്നിട്ട് പ്രൊഫസറുടെ കയ്യിൽ ആൻസർ ഷീറ്റ് കൊണ്ട് കൊടുത്തു. ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷം അവൾ പ്രൊഫസറോട് ചോദിച്ചു, സാറേ, അവസാനത്തെ ചോദ്യത്തെ ഞാൻ ആൻസർ ചെയ്തിട്ടില്ല. കാരണം അതിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, അതൊരു തമാശയായി മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഇനി എൻ്റെ സംശയം ഞാൻ ചോദിക്കുകയാണ്. ഈ അവസാനത്തെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ ഗ്രേഡിനെ ബാധിക്കുമോ? എൻ്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നത് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നത് മൂലമാണോ? ഉടനെ പ്രൊഫസർ മറുപടി കൊടുത്തു, ശരിയാണ്, അത് ഗ്രേഡിനെ ബാധിക്കും. അത് ഗ്രേഡിന് വേണ്ടി കണക്കാക്കുന്ന ക്വസ്റ്റ്യനാണത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, നാം പല രീതിയിലുള്ളതായ, പല വിധത്തിലുള്ളതായ, പലതരത്തിലുള്ളതായ ജനങ്ങളുമായിട്ട് അനുദിനം ഇടപെടുന്നവരാണ്. അപ്പോൾ നമ്മുടെ പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. നാം അവരെ അവഗണിക്കാൻ പാടില്ല. നാം പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് ഹായ് എന്ന് പറഞ്ഞാലും അത് മതി. അത് അവരെ സംബന്ധിച്ച് അവരെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. അങ്ങനെ നമ്മളിപ്പോഴും മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരും മറ്റുള്ളവരെ കരുതുന്നവരുമായിരിക്കണം. ഇന്ന് സമൂഹത്തിൽ രാഷ്ട്രീയത്തിൻ്റെ, കൊടിയുടെ നിറം നോക്കി, ജാതിയുടെ, മതത്തിൻ്റെ, നിറത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ എല്ലാ സ്ഥിതിവിശേഷങ്ങളും, ധനം, അവൻ ധനവാനാണോ, അവൻ ദരിദ്രനാണോ, അവൻ വിദ്യാഭ്യാസമുള്ളവനാണോ, വിദ്യാഭ്യാസമില്ലാത്തവളാണോ എന്നൊക്കെ ഉള്ള മാനദണ്ഡമനുസരിച്ചാണ് പലരെയും വിലയിരുത്തുന്നത്. എന്നാൽ അത് പാടില്ല. ഒരിക്കൽ ഗലീലയിലൂടെ യേശു തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുകയാണ്. യാത്രാമധ്യത്തിൽ യേശു ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. അവർ അവനെ കൊല്ലും. ഇത് കേട്ടധികം താമസിച്ചില്ല. അവർ വരുന്ന മാർഗത്തിൽ തന്നെ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കവും വാദവും നടന്നു. കഫർന്നഹൂമിൽ വീട്ടിലെത്തിയതിന് ശേഷം യേശു ഈ ശിഷ്യന്മാരോട് ചോദിച്ചു, വഴിയിൽ നിങ്ങൾ തർക്കിച്ച കാര്യമെന്താണ്? വഴിയിൽ നിങ്ങൾ വാദിച്ച കാര്യമെന്താണ്? അവരിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു തർക്കവും വാദവുമാണ് ആ മാർഗമധ്യേ നടന്നത്. അവരാരും മിണ്ടാതെ തലവും വിട്ടിരുന്നു. ഞാനീ പറയുന്ന മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 31 മുതൽ 34 വരെ വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിൽ ആരാണ് വലിയവൻ? യേശു മരിച്ചാൽ ആരാണ് അടുത്ത അധികാര സ്ഥാനത്തേക്ക് വരുന്നത്? ആരായിരിക്കും ഗുരു? പത്രോസാണോ? യോഹന്നാനാണോ? യാക്കോബാണോ? ഇനിയല്ല യൂദാസാണോ? ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ട്. ആരും ആരുടെ മുമ്പിലും താഴുവാൻ താല്പര്യമില്ല. പത്രോസ് നോക്കുമ്പോൾ പത്രോസിന് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. യോഹന്നാനാണെങ്കിൽ അതിലൊട്ടും കുറവില്ല, യോഹന്നാനും പറയാനുണ്ട്. യാക്കോബനാണെങ്കിൽ യാക്കോബിന് പറയാനുണ്ട്.
അങ്ങേറ്റം യൂദാസാണ്, യൂദാസിനും പറയുവാനായിട്ടുണ്ട്. ഇവർക്കെല്ലാം അവരുടേതായ ക്വാളിഫിക്കേഷൻ, അവരുടേതായ യോഗ്യതകൾ, അവരുടേതായ ആ ക്വാളിറ്റി, അതൊക്കെ പറയുവാനായിട്ട് ധാരാളം അവർക്കുണ്ട്. അങ്ങനെ ഒരിക്കൽ യേശുവുമായിട്ട് ശിഷ്യന്മാരിരിക്കുന്ന സമയത്ത് അവർ ആകെ പൊറുതിമുട്ടി യേശുവോട് ചോദിക്കുകയാണ്. യേശുവോട് നേരിട്ട് തന്നെ ചോദിക്കുക, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരായിരിക്കും? യേശു ഒരു ശിശുവിനെ പിടിച്ചുകൊണ്ടുവന്നു അവരുടെ നടുവിൽ നിർത്തിയിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇവർ ചോദിക്കുന്നത് സ്വർഗരാജ്യത്തിൽ ആരായിരിക്കും വലിയവൻ? ഇത് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കില്ല. സ്വർഗരാജ്യത്തിൽ വലിയവനാരായിരിക്കുമെന്നല്ല പറഞ്ഞത് യേശു മറുപടി കൊടുത്തത്. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ദൈവരാജ്യവുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾക്ക് ദൈവരാജ്യവുമായിട്ട് സ്വർഗരാജ്യവുമായിട്ട് ബന്ധമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞിനെ പോലെ തിരിയണം. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ പരാശ്രയം കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവന് വസ്ത്രത്തിനും ആഹാരത്തിനും അവൻ്റെ യാത്രയ്ക്കും അവൻ്റെ പഠനത്തിനും എല്ലാ കാര്യത്തിനും ഈ കുഞ്ഞിന് തൻ്റെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പരാശ്രയം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞ് നിലനിൽക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അവന് അഹങ്കാരമില്ല, അവന് അസൂയയില്ല, അവന് വഞ്ചനയില്ല, അവന് പിണക്കമില്ല, അവന് ഉള്ള വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവന് നികളമോ അഹങ്കാരമോ ഒന്നുമില്ല. ഈ നിലയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തെ കടന്നിട്ട് വേണമല്ലോ അവിടുത്തെ വലിയവനാകാൻ. അവിടെ കടക്കുകയില്ല. ഇന്ന് നിരവധി പേർക്ക് സംഭവിക്കുന്ന കാര്യം ഇതാണ്. ഇപ്പൊ ശിഷ്യന്മാരുടെ ഉപവാസം പോയി, പ്രാർത്ഥന പോയി, അതുവരെ അവർ കാണിച്ചു കൂട്ടിയതായ സകല പരിപാടികളും അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ അഹങ്കാരവും നികളവും ഈ താഴ്മയില്ലായ്മയും ഇതെല്ലാം ഉള്ളിലിരിക്കുമ്പോൾ തന്നെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നതും ഇവർ പ്രസംഗിക്കുന്നതും ഇവർ യേശുവിന് പിന്നാലെ നടക്കുന്നതൊക്കെ. ഇങ്ങനെ വ്യാജ പ്രകടനങ്ങൾ കൊണ്ട് നടക്കുന്ന ധാരാളം പേരിന്ന് ആത്മീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉണ്ട്. നേതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഒരു കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂടുന്ന, പരസ്പരം ചെളിവാരി എറിയുന്ന നിരവധി പേരെ നമുക്ക് കാണുവാൻ കഴിയും. ഇവർ കളിക്കുന്ന ആത്മീയം നേരായ ആത്മീയമല്ല, കസേരയ്ക്ക് വേണ്ടിയാണ്, സ്ഥാനമോഹത്തിന് വേണ്ടിയാണ്. ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുവന്നത് ഏതെല്ലാം നിലയിലാണെന്നൊക്കെ വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അവർക്കിപ്പോൾ ഗുരു മരിച്ചാൽ അടുത്ത സ്ഥാനത്തിന് വേണ്ടിയുള്ളതായ വടംവലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിശ്ചയമായും നമ്മൾ അതിൽ പെട്ടുപോകുവാനിടയാകരുത്. രാഷ്ട്രീയത്തിൽ പെട്ടുപോകരുത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതുപോലെ ആത്മീയത്തിൽ നിലനിൽക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ നിന്റെ ആത്മീയം നീ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാകരുത്, നിന്റെ രാഷ്ട്രീയം നീ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാകരുത്. നിന്നെ സമൂഹം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അത് അവരെ വെല്ലുവിളിക്കുന്നതാകരുത്. യഹൂദ ചിന്താഗതി അനുസരിച്ച് ശിശുക്കൾക്കും സ്ത്രീകൾക്കും ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ആ സമയത്താണ്, ആ സാഹചര്യത്തിലാണ് യേശു ശിശുവിനെ കൊണ്ടത് ഇവരുടെ നടുവിൽ നിർത്തിയിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്ത് കടക്കുകയില്ല. കടന്നിട്ട് വേണമല്ലോ നിനക്ക് കസേര പിടിക്കാൻ, നടക്കുകയില്ലെന്നാണ് പറഞ്ഞത്. അതായത് ഈ അവഗണിക്കപ്പെട്ടതായ ജനത്തിന്, സമൂഹത്തിലെ ഒരു ജനത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം യേശുവിന് വേണ്ടി ചെയ്തതായിട്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ, ദാഹിക്കുന്നവന് വെള്ളം കൊടുത്താൽ, രോഗിയായിരിക്കുന്നവനെ പോയി കണ്ടാൽ, തടവിൽ കിടക്കുന്നവരെ പോയി ആശ്വസിപ്പിച്ചാൽ, അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്താൽ, പുതപ്പില്ലാത്തവന് പുതപ്പ് കൊടുത്താൽ, എല്ലാം യേശു പറയാണ് അതെല്ലാം എനിക്ക് തന്നെ എത്രയേ ചെയ്തത്. എന്നാൽ ഇങ്ങനൊന്നും ചെയ്യാതിരുന്നാലോ അതും യേശുവിന് വേണ്ടി ചെയ്തതാണ്, ചെയ്യാതിരുന്നതാണ്. അപ്പം ചെയ്യുന്നത് യേശുവിനോട് ചെയ്തത്, ചെയ്യാതിരിക്കുന്നത് യേശുവിനോട് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ന്യായം വിധിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ,
സമൂഹത്തിലുള്ള ഒരാളെ പോലും അവഗണിക്കരുത്. അവരെ നിറത്തിൻ്റെ കാര്യത്തിൽ, അവരെ ജാതിയുടെ കാര്യത്തിൽ, അവരെ വർഗത്തിൻ്റെ കാര്യത്തിൽ, അവരെ മതത്തിൻ്റെ കാര്യത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഒന്നിലും അവരെ അവഗണിക്കരുത്. അവഗണിച്ചാൽ ദൈവം വെറുതെ വിടുകയില്ല. ദൈവം എല്ലാവരെയും സമന്മാരായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആണും പെണ്ണുമായിട്ടാണ് അവൻ സൃഷ്ടിച്ചത്. രണ്ട് ജാതിയേ ഉള്ളൂ, സ്ത്രീ എന്നും പുരുഷനെന്നുമല്ലാതെ വേറൊരു ജാതിയും വർഗവും വർണ്ണവുമില്ല. അതിനടിസ്ഥാനത്തിലോ വിദ്യാഭ്യാസ കാര്യത്തിലോ ഒന്നും ഒരാളെ നീ അവഗണിക്കരുത്. നീ അവഗണന സഹിക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് അതിനുള്ള പോംവഴി പരിഹാരം വരുത്തും. നമുക്ക് ഈ നാടുകളിൽ നമ്മുടെ സമൂഹത്തിലുള്ളത് നമുക്ക് സ്നേഹിക്കാം. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ധനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമുക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനും ചെലവിടുവാനും ചെലവായി പോകുവാനും നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ആകയാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിശ്ചയമായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ അവഗണിക്കപ്പെടുന്നവരാണെങ്കിൽ, വിദ്യാഭ്യാസത്തിലാണെങ്കിലും, വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, മറ്റുള്ളവരുടെ ഇടയിലാണെങ്കിലും നിങ്ങൾ അവഗണിക്കപ്പെടുന്നെങ്കിൽ നിശ്ചയമായും ഒരു മാറ്റം വരും. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തും. നല്ല സമയത്തിനായ സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ആ മാതാവിനെ, ആ പിതാവിനെ, ആ കുഞ്ഞിനെ, കർത്താവെ, ആ സഹോദരനെ, ആ സഹോദരിയെ, ആ പ്രിയപ്പെട്ടവരെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. അവർ പലവിധത്തിലും അവഗണന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, നിറത്തിൻ്റെ കാര്യത്തിൽ, ജാതിയുടെ കാര്യത്തിൽ, വർഗത്തിൻ്റെ കാര്യത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ, പണത്തിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, അങ്ങനെ പല വിധത്തിലുള്ളതായി അവഗണന സഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ നീ ആശ്വസിപ്പിക്കുമാറണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ ഈ നാളുകളിൽ കർത്താവെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവർ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, ഞങ്ങൾ സമസൃഷ്ടങ്ങളായി അതിൽ യാതൊന്നും കർത്താവ് മാനദണ്ഡമായി വെക്കുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കും. മനുഷ്യൻ, സ്ത്രീ, പുരുഷൻ എന്നുള്ളതായ ആ ഒരവസ്ഥയല്ലാതെ അതിനപ്പുറത്തുള്ള യാതൊന്നും കാണാതെ സകലരെയും സ്നേഹത്തോടെ സഹോദരി സഹോദരന്മാരായി, മാതാപിതാക്കന്മാരായി, ഗുരുജനങ്ങളായി ബഹുമാനിച്ചാദരിക്കുവാൻ കൃപ നൽകണമേ. പ്രാർത്ഥനയ്ക്ക് സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.